ഞാൻ റീസെന്റ് സൗദി പ്രൊമട്രിക് വിന്നറാണ്. ഞാൻ ആക്ച്വലി 1 മന്ത് ഓൺലൈൻ ക്ലാസ്സും പിന്നെ 1 ക്രാഷുമാണ് അറ്റൻഡ് ചെയ്തത്. 1 മന്ത് ശരിക്കും പറഞ്ഞാൽ 1 മന്ത് ഓൺലൈൻ ക്ലാസ് കൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ക്രാഷ് അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കിന് ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. പിന്നെ ഞാനൊരു റിസ്ക് എടുത്തിട്ട് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസമെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്നാലേ നമുക്ക് കുറച്ച് ക്രാഷിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാറിനോട് കുറച്ച് റെസ്പോൺസ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അതായത് രണ്ടും എഫക്റ്റീവ് ആയിരുന്നു. അതായത് ഓൺലൈൻ അറ്റൻഡ് ചെയ്യാതെ ക്രാഷിന് ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പം അതൊരു ബുദ്ധിമുട്ടാണ്. ക്രാഷ് അറ്റൻഡ് ചെയ്യാതെ എക്സാമിന് പോകുന്ന കാര്യം ചിന്തിക്കാനേ പറ്റത്തില്ല. കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്രാഷിൻ്റെ എനിക്ക് അവസാന ദിവസത്തിൽ എനിക്ക് കൂടുതലും വന്നത് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ലാസ്റ്റ് ഡേ ആണ് സാർ കൂടുതൽ റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ലാസ്റ്റ് ഡേയിലെ ക്രാഷ് മിസ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ എക്സാമിന് പോകരുത്. എന്തെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ എനിക്കറിയത്തില്ല, എനിക്ക് കൗണ്ട് ചെയ്താൽ എനിക്ക് ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് അതിൽ നിന്ന് വന്നു, റിസർച്ചിൽ നിന്ന് വന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എക്സാം പാസ്സാവുമെന്ന് എനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല, ഞാൻ ലാസ്റ്റ് ഡേ ഞാൻ മിസ്സാക്കിയിരുന്നെങ്കിൽ. അതുപോലെ എക്സാം പർപ്പസിന് വേണ്ടി മാത്രമല്ല, പിന്നെ എനിക്ക് എംബോയ്സിൻ്റെ ഇൻ്റർവ്യൂ വന്നപ്പോൾ എനിക്ക് അവിടെ എന്നോട് ഡെലിഗേറ്റ്സ് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഈ സാറിൻ്റെ ക്ലാസ് വെച്ചിട്ട് എനിക്ക് കുറേ ആൻസർ ചെയ്യാൻ പറ്റി. അതായത് സാർ പഠിപ്പിച്ചതിൽ നിന്ന് ഞാൻ പോസ്റ്റ് ഓപ്പ് ICU ആയിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ എന്നോട് കാർഡിയാക് ICUലെ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചത്. പിന്നെ കുറച്ച് പീഡിയാട്രി ഒക്കെ ചോദിച്ചു. അപ്പം എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ സാറ് പഠിപ്പിച്ച ആ ഒരു ക്ലാസ്സിൻ്റെ ബേസിൽ എനിക്ക് എന്തൊക്കെയോ അറിയാനും എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് സാറിനോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് രണ്ടും ക്രാഷും ഓൺലൈനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും അറ്റൻഡ് ചെയ്തിട്ടാണ് എക്സാം എഴുതാൻ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് സർ.